കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ തലത്തിലുള്ള മികച്ച മാതൃകകൾ തേടിയുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലാണ്. ഇവിടെ ഹരിതകർമ്മസേനയും ഗ്രാമപഞ്ചായത്തും ചേർന്ന് ഒട്ടേറെ പദ്ധതികളാണ് അതിമനോഹരമായി നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒട്ടേറെ സംരംഭങ്ങളുണ്ട്, ഒട്ടേറെ കാഴ്ചകൾ കാണാനുണ്ട്. ആ കാഴ്ചകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കാഴ്ചപ്പാടുകളെ വെട്ടിത്തിരുത്തിയാണ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുന്നേറുന്നത്. ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ മാത്രം നടക്കുന്നത് നിരവധി സംരംഭങ്ങൾ. പൂക്കടയിലും റിംകമ്പോസ്റ്റ് യൂണിറ്റിലും MCFലുമെല്ലാം ഉയർന്നു കേൾക്കുന്നത് വനിതാ കൂട്ടായ്മയുടെ വിജയഗാഥ. തൃക്കരിപ്പൂരിലെ ഹരിതകർമ്മസേനയെ സംബന്ധിച്ചിടത്തോളം സംരംഭം എന്നുള്ളത് നമ്മളെ ഒരു അധിക വരുമാനമാണ്. അതിന് ഒരു ഇനോക്കുലം യൂണിറ്റ് ഉണ്ട്, പിന്നെ പാത്രവും പ്ലേറ്റും വാടകയ്ക്ക് നൽകുന്നു. അതുപോലെ തന്നെ റിംഗ് കമ്പോസ്റ്റ് യൂണിറ്റ് വേറിട്ട് നിൽക്കുന്ന ഒരു സംരംഭമാണ് ഹരിത ഫ്ലവേഴ്സാണ്. അത് മുൻ BO പ്രസൂൻ സാറിൻ്റെ ഐഡിയ ആണ് ഈ ഹരിത ഫ്ലവേഴ്സ് എന്നുള്ളത്. ഒട്ടേറെ സ്ത്രീകൾക്ക് തൊഴിൽ നൽകാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചു. ഒട്ടേറെ കുടുംബങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിച്ചു. സ്ത്രീകൾ മാത്രം തൊഴിലെടുക്കുന്ന റിംകമ്പോസ്റ്റ് യൂണിറ്റ് സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് തൃക്കരിപ്പൂരിൽ നടപ്പാക്കിയത്. നമ്മൾ 5ാമത്തെ സംരംഭമാണ് റിംകമ്പോസ്റ്റ്. തുടക്ക നിലയിൽ 7 ആൾ കൂടി ചേർന്നിട്ടാണ് തുടങ്ങിയത്. അതിന് പൂർണ്ണ സപ്പോർട്ട് നമ്മൾ മുമ്പത്തെ VO പ്രസൂൺ സാറാണ് ഉണ്ടായതിന്. ഇപ്പോഴത്തെ VOയും അതിന് സഹകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിലെ പ്രസിഡന്റും മറ്റ് ഭരണാധികാരികളും ഫുൾ സപ്പോർട്ടാണ് ഇതിനുള്ളത്. MCFന്റെ കൃത്യമായ പ്രവർത്തനത്തിലൂടെ നാട്ടിലെ മാലിന്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിച്ചു. ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയതിന് പഞ്ചായത്ത് ഭരണസമിതിയെയും ഹരിതകർമ്മസേനയെയും തേടിയെത്തിയത് നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളാണ്. അവർക്ക് പരമാവധി വരുമാനം വർദ്ധിപ്പിച്ച് ഈ മേഖലയിൽ നമുക്ക് അവരെ പിടിച്ചു നിർത്താനായി. അതിൻ്റെ അനുഭവം തൃക്കരിപ്പൂരിൻ്റെ മൈലേജ്, തൃക്കരിപ്പൂരിൻ്റെ സന്ദേശം ഡൽഹിയിൽ വരെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞത് കൂട്ടായ പ്രവർത്തനത്തിൻ്റെ വിജയം. പ്രത്യേകിച്ച് ഹരിതകർമ്മസേനയുടെ നല്ല നിലയിലുള്ള പ്രവർത്തനം അത് തന്നെയാണ്. സാമ്പ്രദായിക കാഴ്ചപ്പാടുകളെ പൂർണ്ണമായി തച്ചുടച്ചുകൊണ്ടാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും ഇവിടെയുള്ള ഹരിതകർമ്മ സേനാംഗങ്ങളും മുന്നോട്ടേക്ക് വരുന്നത്. ഇവർ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം നമ്മുടെ നാട് മുഴുവൻ ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് ഈ നാട്ടുകാരുടെ ആഗ്രഹം. ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.